കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ എക്സ്പീരിയൻസിൽ സ്റ്റെബിലിറ്റി ഇല്ല. അതായത് പോകില്ല. നമ്മുടെ എക്സ്പീരിയൻസിൽ സ്റ്റെബിലിറ്റി ഇല്ല. കസേര ഇട്ടിട്ട് തഴയിരിക്കല്ലേ ഇവിടെ തഴയിരിക്കുക. മനസ്സിലായോ? നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളെന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ സ്റ്റഡി ആയിരിക്കണം. ഇത് കോൺഫിഡൻസ് അല്ല. ജീവിതം ഒരിക്കലും കോൺഫിഡൻസ് അല്ല. ജീവിതത്തിന് കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു ഭാഗം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ക്ലാരിറ്റി ഉണ്ടാകണം. ഞാനിങ്ങനെയാണ്, ഞാനെങ്ങനെയാണ്, ഞാനിങ്ങനെയാണെന്ന് പറയുന്നിടത്തല്ല. എന്താണ് അനുഭവിക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത്, അനുഭവിക്കുന്നതിന് കാരണം എന്താണ്? ഞാൻ ഭക്ഷണം അനുഭവിക്കുന്നു, ഞാൻ ഭക്ഷണത്തെ അനുഭവിക്കുന്നു. കഴിച്ച ഭക്ഷണം ശരീരത്തിൽ കൃത്യമായിട്ടുണ്ട്. കഴിച്ച ഭക്ഷണം നമ്മുടെ അനുഭവത്തിലുണ്ടാകണം, കുടിച്ച വെള്ളം അനുഭവത്തിലുണ്ടാകണം. ഇതെല്ലാം ചേർന്നാണ് ശരീരം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അനുഭവം എന്ന് പറയുന്നത് കൃത്യമായിരിക്കണം. അല്ലാണ്ട് കോൺഫിഡൻസ് ജീവിതമാകത്തില്ല ഒരിക്കലും. ലൈറ്റ് കറക്റ്റാകത്ത അത്ര അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കൃത്യമാകത്തില്ല. മനസ്സിലായോ? നമ്മൾ കോൺഫിഡൻസ് മൈൻഡിൻ്റെതാണെങ്കിൽ ഒരിക്കലും കൃത്യമാകത്തില്ല. നമ്മൾക്ക് വ്യക്തത വേണം. ഓക്കെ, ഇത് ഭക്ഷണം കഴിച്ചു, ഇന്ന ഭക്ഷണമാണ്, അത് കഴിച്ചുകൊണ്ട് ആ ഭക്ഷണം എൻ്റെ ശരീരത്തിൽ എപ്രകാരം അനുഭവത്തിൽ പ്രവർത്തിക്കുന്നു, അനുഭവത്തിൽ എപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമായിട്ട് കാണാം. അപ്പോഴേ നമ്മൾക്ക് നിലനിൽക്കുന്ന ഭാഗം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. മനസ്സിലായോ? നമ്മൾ കുറേ ആശയങ്ങളൊക്കെ എടുത്ത് വെച്ച് മറ്റുള്ളവരെല്ലാവരും എൻ്റെ ആശയം ഫോളോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ശരിയാകത്തില്ല. മറ്റുള്ളവർ എൻ്റെ ആശയം ഫോളോ ആകുന്നുണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും അത് ശാശ്വതമാകത്തില്ല. മനസ്സിലായോ? നമ്മുടെ ആശയം മറ്റുള്ള ഫോളോ ചെയ്യുന്ന ഭാഗമല്ല. അവരുടെ അനുഭവത്തിൽ നിൽക്കുന്നിടത്താണ് ജീവിതം ശരിയാകത്തുള്ളൂ. നമ്മുടെ ഇപ്പോൾ ഒരു കുടുംബത്തിൽ നമ്മളൊരു ഭാര്യയും ഭർത്താവും തമ്മിലാവുമ്പോൾ കുട്ടികളെല്ലാം കൂടി ഒന്നിച്ച് ജീവിക്കുന്ന കുടുംബത്തിൽ എന്താണ് അതിൻ്റെ ഇടയിൽ അതിനുള്ള ഒരു ധർമ്മം എന്ന് പറയുന്നത്, റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം? നമ്മളെ ശരിയായിട്ട് അനുഭവിക്കുന്നു. എനിക്ക് എന്നിൽ അനുഭവത്തിൽ തുടരാൻ പറ്റുന്നുണ്ടോ? എനിക്ക് അനുഭവത്തിൽ തുടരാൻ പറ്റുന്നുണ്ടോ? അതാണ് സത്യസന്ധത. എൻ്റെ അനുഭവം ഓക്കെ, അപ്പോഴാണ് ആശ്വാസം. എനിക്ക് ആശ്വാസമുണ്ട്. ഓക്കെ, എന്നിൽ എനിക്ക് സ്റ്റെബിൾ. ഞാൻ മറ്റൊരാൾ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് സങ്കടം വരുന്നു. മറ്റൊരാൾ എന്ത് ചെയ്താലും എനിക്ക് സങ്കടമോ ദേഷ്യമോ വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്നിൽ ശരിയായിട്ടുള്ള ഭാഗത്തല്ല ഇരിക്കുന്നത്. മനസ്സിലായി? എനിക്ക് നിലനിൽക്കാനുള്ള അധികാരമില്ല, ഉണ്ടാകത്തില്ല. നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വ്യക്തിത്വ ബോധം എന്ന് പറയുന്നത്, പക്വതയുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ സ്റ്റേബിളായിട്ട്, മനസ്സിലായോ? എവിടെ ചെന്നാലും ഓക്കെ, എവിടെ ചെന്നാലും പക്വതയുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും അവിടെ ഇപ്പോൾ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കഷ്ണം തിന്നണം. അതാണ് ഒരു മെച്യൂരിറ്റി ഉള്ളൊരു വ്യക്തി. മനസ്സിലായോ? ഒരു മെച്യൂരിറ്റി ഉള്ള വ്യക്തി ആ വ്യക്തിയുടെ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ആ വ്യക്തി മാത്രമേ നിലനിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ നിലനിൽക്കത്തില്ല. കുറച്ച് നാൾ നമുക്കിങ്ങനെ കറങ്ങടിച്ച് നടക്കാം. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായി? ജീവിതത്തിൻ്റെ തുടർച്ചയാണ് അന്വേഷിക്കുന്നതെങ്കിൽ, ജീവിതത്തിൻ്റെ തുടർച്ച അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബലംപിടുത്തങ്ങൾ എല്ലായിടത്തും കളയണം. മനസ്സിലായോ? ഇങ്ങനെയുള്ള ബലംപിടുത്തങ്ങൾ എല്ലായിടത്തും കളയണം. നമ്മൾ വെള്ളം കുടിക്കുന്നു, ഇല്ല മിനറൽ വാട്ടറേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ജീവിതം നടക്കുമോ? ഇല്ല. ചിലപ്പോൾ തോട്ടിലെ വെള്ളം കുടിക്കേണ്ടി വരും, ചില സാഹചര്യത്തിൽ കാണയിലെ വെള്ളം കുടിക്കേണ്ടി വരും. അത് കുടിക്കാൻ തയ്യാറാകണം. മനസ്സിലായോ? അത് കുടിക്കാൻ തയ്യാറാകണം. നമ്മുടെ മേത്ത് ചിലപ്പോൾ അഴുക്ക് ചെളി വെള്ളമൊക്കെ വീഴുമായിരിക്കും. അതുകൊണ്ട് അസ്വസ്ഥനാകരുത്. കാരണം നമ്മുടെ മേത്ത് ചെളി വെള്ളം വീണ് അതുകൊണ്ട് അസ്വസ്ഥനാകുന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അസ്വസ്ഥതയിലായിരിക്കും. മനസ്സിലായി? നമ്മൾ റോഡിൽ നടന്നു പോകുന്നു, പലതും നമ്മുടെ മേത്ത് വീഴും. മനസ്സിലായി? പല ആൾക്കാരും പലതും പറയും, അതെല്ലാം ചെളി തന്നെയാണ്. പക്ഷെ നമ്മളതുകൊണ്ട്
വൃത്തികെട്ടവനാകുന്നു എന്നുള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപകടമാണ്. ശരിയാണ്. ആണ്ട് ആഘോഷിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ആഘോഷം, ജീവിതമാണ് ആഘോഷം. മനസ്സിലായ? ജീവിതമാണ് ആഘോഷം. വർഷവും ദിവസവും ഒന്നും നമ്മളുടെ ശ്രദ്ധയിൽ വരരുത്. കാരണം നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുകയാണ്. ഓ, ഇത്ര സമയം കഴിഞ്ഞു, ഇത് ജീവിച്ചില്ല. മനസ്സിലായി? ഇത്ര സമയം കഴിഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിന് നാശമുണ്ടാകുന്നു. അതുകൊണ്ടാണ് വർഷങ്ങൾ ആഘോഷിക്കുന്ന ആൾക്കാർ. വർഷങ്ങൾ ആഘോഷിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നശിക്കുന്നവനാണ്. കാരണം അവന് ഇത്രയും വർഷം ജീവിച്ചു, ഇനി ജീവിതം കുറഞ്ഞു. അവൻ്റെ കണക്ക് പുസ്തകത്തിൽ താളുകൾ തീർക്കുകയാണ് അവൻ. മനസ്സിലായോ? എന്നുവെച്ചാൽ അവൻ ജീവിതാനുഭവത്തിൽ എവിടെയാണ് ദിവസവും വർഷവും വരുന്നത്? ജീവിതാനുഭവത്തിൽ വർഷവും ദിവസവും ഒന്നും ഉണ്ടാകരുത്. അത് തെളിച്ച് കൊണ്ടുവരണം. മനസ്സിലായോ? കാരണം എന്താ അതിരുകളുണ്ടായിരുന്നു. ഓ, ഇന്നത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം തുടങ്ങി, അങ്ങനെ ഒരു ഭാഗം ഉണ്ടാകരുത്. കാരണം അനുഭവത്തിൽ എവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ്? അനുഭവത്തിൽ സ്റ്റാർട്ടും സ്റ്റോപ്പും ഉണ്ടായിരുന്നു. ഉറക്കത്തിലും ഉണ്ടാകണം തെളിച്ചം. മനസ്സിലായോ? ഞാൻ ഭക്ഷണം കഴിച്ച്, ഭക്ഷണം നാവിൽ നിന്ന് താഴത്തോട്ടിറങ്ങി, പിന്നെ ഭക്ഷണം എന്താണെന്ന് അറിയത്തില്ല. നാവിൻ്റെ രുചിക്ക് വേണ്ടിയിട്ടാണ് ആഹാരം കഴിക്കുന്നത്. പല ആൾക്കാരും നാവിൻ്റെ രുചിക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അല്ലാണ്ട് അനുഭവിക്കുന്ന ഭാഗമില്ല. അതുകൊണ്ട് അവർ ഭയങ്കര വാശിക്കാരാവും, അവർ ഭയങ്കര ബലം പിടുത്തമുള്ള ആൾക്കാരാവും. മനസ്സിലായോ? അവർ ജീവിക്കത്തില്ല. അവർ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ഭാഗത്തോട്ട് പോകും. നാവിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് ഇറങ്ങുന്ന ഭക്ഷണത്തെ അറിയാത്തവർ. അതായത് ഏത് ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണത്തിൻ്റെ രുചി തീർത്തിട്ടേ ഇറക്കാവുള്ളൂ. രുചി തീർത്തിട്ടേ ഇറക്കാവുള്ളൂ. വായിൽ വെച്ച് ഉമിനീരുമായിട്ട് ചേർത്ത് ഉമിനീരിൻ്റെ ടേസ്റ്റാണ് ഇറക്കുന്നത്. കാരണം നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് എന്താ കിട്ടുന്നത്? നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജമാണ് കിട്ടുന്നത്, അല്ലേ? നമ്മളൊരാളെ കേൾക്കുമ്പോൾ ആ നമ്മളുടെ അനുഭവത്തിൽ ഇരുന്ന് കേൾക്കണം. നമ്മുടെ അനുഭവം വിട്ടിട്ട് കേൾക്കരുത്. ആരും എന്തും പറയട്ടെ, നമ്മുടെ അനുഭവത്തിന് കോട്ടം വരരുത്. ഇല്ല, വരരുത്. ഇപ്പോൾ ഒരാൾ വന്നിച്ച് നീ ഇവിടെ മൈരയെന്ന് വിളിച്ച്, ഉടനെ നമ്മളെന്തിനാണ് നമ്മളുടെ അനുഭവത്തിൽ നിന്ന് മാറണമെന്തിനാണ്? ഈ മൈരയെന്ന് വിളിച്ച ആൾ അയാൾക്ക് വിളിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വിളിക്കുന്നതാണ്. അയാൾ വിളിക്കട്ടെ. നമ്മളുടെ അനുഭവം എന്ന് പറയുന്നത് വ്യക്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗത്തായിരിക്കണം. അതിൽ യാതൊരു കോട്ടം വരരുത്. അതാണ് നമ്മുടെ പ്രാപ്തി എന്ന് പറയുന്നത്. അല്ലാണ്ട് മറ്റുള്ളവർ അങ്ങനെ വിളിച്ചു, അപ്പം ഞാൻ അവനെ ചോദ്യം ചെയ്തു, ഞാൻ അവനെ തകർക്കും, ഒന്നുമില്ല. മനസ്സിലായോ? നമ്മളൊന്നും ആരെയും തകർക്കാൻ പോകണ്ട. നമ്മൾ ജീവിക്കുന്ന ഭാഗം ഏറ്റവും മനോഹരമായിട്ടുള്ള സവിശേഷതയാണ്. മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധ എവിടെയാണ്? നമ്മൾ ജീവിക്കുന്ന ഭാഗത്താണ്. ആരെന്ത് പറഞ്ഞാലും നമ്മളതെല്ലാം കേൾക്കുന്നുണ്ട്. ഒന്നും ഒഴിവാക്കരുത്. എന്നുവെച്ചാൽ ആരെയും ഒഴിവാക്കരുത്. അവനെ ഞാൻ കേൾക്കത്തില്ല, അവനെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ദോഷമുണ്ടാകും. എന്തുകൊണ്ടാണ്? ബലം പിടുത്തമുള്ളവനാണ്. എല്ലാവരെയും കേൾക്കണം. മനസ്സിലായി? എല്ലാവരെയും കേൾക്കണം. ഏത് ഭാഗത്ത് ആരെന്ത് സംസാരിക്കുന്നു എവിടെ കേൾക്കണം. കേട്ടിട്ട് സമാധാനപരമായിട്ട് അവിടെ ഇരിക്കണം. മനസ്സിലായി? ഇതൊക്കെ കേൾക്കാൻ കൊള്ളില്ലാത്ത ഒന്നും കേൾക്കരുത് കേട്ടോ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ബലഹീനതയിലാണ് ഈ ജീവിക്കുന്നത്. മനസ്സിലായി? ഉറപ്പാണ് നാശം ഉണ്ടാവും. മനസ്സിലായ? ഉറപ്പാണ്. മനസ്സിലായ? സൗന്ദര്യത്തിന് ഭംഗി കൂട്ടുന്നൊരു സൗന്ദര്യമാല. സൗന്ദര്യത്തിന് ഭംഗി കൂട്ടുന്ന ഒരു സൗന്ദര്യമാല. അപ്പം നമ്മളെന്ന് പറയുന്ന അനുഭവം, ആ നമ്മളെന്ന് പറയുന്ന അനുഭവം ഒരു വ്യക്തിയിൽ സ്വതന്ത്രനാകുന്ന പറഞ്ഞാൽ എന്താണ്? അവനവൻ്റെ അവസ്ഥയെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നു. ഓക്കെ, ഇതങ്ങനെയാണ് സൃഷ്ടി നടക്കുന്നത് ഇങ്ങനെയാണ്. അത് എവിടെയാണ് അറിയാൻ പറ്റുന്നത്? അനുഭവത്തിൽ അറിയണം. അല്ലാണ്ട് സയൻസിൻ്റെ പേപ്പറിൽ സൃഷ്ടി നടക്കുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ ജീവിക്കത്തില്ല. സയൻസ് എങ്ങനെയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്താലും നമ്മുടെ ജീവിതത്തിന് യാതൊരു കാരണവശാലും ഒരു മെച്ചം ഉണ്ടാകില്ല. അത് ജീവിച്ച് തന്നെ കൊണ്ടുപോകണം. മനസ്സിലായി? സയൻസ് എങ്ങനെയെല്ലാം വിശദീകരിച്ചോട്ടെ, അതുകൊണ്ട് നമ്മുടെ ജീവിതം ആകത്തില്ല.
ഒരിക്കലും ആകാൻ പറ്റത്തില്ല. മനസ്സിലായോ? സയൻസിൻ്റെ പരീക്ഷണങ്ങൾ അതും ഇതൊക്കെ ചെയ്യുന്നത് ആർക്കാണ് ഈ പരീക്ഷണം ചെയ്യാൻ തോന്നുന്നത്? ആർക്ക് തോന്നുന്നു അവർ ചെയ്തോട്ടെ. നമ്മളെ സംബന്ധിച്ചോളം ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പരീക്ഷണവും നമുക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ അനുഭവിക്കുന്നിടത്താണ്. കാരണം അനുഭവത്തിൽ നിൽക്കാൻ പറ്റുന്നില്ലേ? അനുഭവിക്കുന്നതിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സയൻസിൻ്റെ ഭാഗത്തോ മറ്റുള്ളവരാരുടെയെങ്കിലും ഭാഗത്തോട്ട് പോകേണ്ടി വരും. അതങ്ങനെ തന്നെയാണ് ഇന്നും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. നമ്മൾ നേരെ ചൊവ്വേ ജീവിക്കുന്ന ഭാഗമില്ലെങ്കിൽ നേരെ ചൊവ്വേ ജീവിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നമ്മളെ കൈകാര്യം ചെയ്തിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മുടെ ബോഡിയിൽ ബാക്ടീരിയയും വൈറസും എല്ലാം നിറച്ചുണ്ട്. നമ്മൾ ആക്റ്റീവായിട്ടല്ലെങ്കിൽ ഇവർ ആക്റ്റീവാകും. ഒരു സംശയം വേണ്ട. നമ്മൾ ആക്റ്റീവാണ്. നമ്മൾ ഫുള്ളി നമ്മൾ അനുഭവിക്കുന്ന ഭാഗത്താണെങ്കിൽ ഈ വൈറസും ബാക്ടീരിയക്കും ആക്റ്റീവാകാൻ പറ്റത്തില്ല നമ്മളിൽ. നമ്മൾ നിർഗുണനാകുമ്പോൾ നമ്മളുടെ അനുഭവത്തിൽ നിന്ന് വിടുമ്പോൾ ഇവർ ആക്റ്റീവാകും. ഒരു സംശയം വേണ്ട. നമ്മൾ ആക്റ്റീവായിരിക്കണം. എത്രത്തോളം അനുഭവത്തിൽ ആക്റ്റീവാകുന്നു അത്രമേ ജീവിക്കത്തുള്ളൂ, അത്രേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് നീട്ടാൻ പറ്റത്തില്ല. അതിനുള്ള ക്വാളിറ്റി എന്താണെന്ന് തന്നെത്താൻ കണ്ടെത്തണം. അല്ലെ വേറെ ആരും വന്ന് പറഞ്ഞു തന്നോ നിങ്ങൾ പറഞ്ഞു തന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് ശുദ്ധ മണ്ടത്തരമാണ്. മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞു തന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തു. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരാൾ വേറൊന്ന് പറഞ്ഞു തന്നു, അത് ഫോളോ ചെയ്ത്. കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആൾ പറഞ്ഞു തന്നു. അവസാനം ഒന്നുമില്ല, ജീവിതം കംപ്ലീറ്റ് തൊലഞ്ഞുപോയി. വേറെ കാര്യമൊന്നുമില്ല, ജീവിതം തൊലഞ്ഞു പോകത്തേ ഉള്ളൂ. മനസ്സിലായോ? ഇത് ആരും പറഞ്ഞു തന്നിട്ടല്ല, നമ്മൾക്ക് അനുഭവമുണ്ട്. മനസ്സിലായി? നമുക്ക് അനുഭവമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടല്ല. മനസ്സിലായോ? അച്ഛനും അമ്മയല്ല, ഞാൻ എൻ്റെ ജീവിതം അനുഭവിക്കുകയും മാതാപിതാക്കളൊക്കെ ഉണ്ട്. അവരെയൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. അവരെയൊക്കെ മനോഹരമായിട്ട് ബഹുമാനിക്കുന്നുണ്ട്. എല്ലാവരെയും ആരെയും നമ്മൾ ഒഴിവാക്കുന്നില്ല. ഇവിടെ നമുക്ക് മറ്റൊരാളെ ഒഴിവാക്കാൻ നമുക്കെന്ത് അധികാരം? ഇവിടെയുള്ള ഒരാളെയും ഒഴിവാക്കാൻ നമുക്കൊരു അധികാരമില്ല. ഇവിടെയുള്ള സർവ്വ മനുഷ്യരും അവിടെ ഉള്ളതാണ്. അവർക്ക് ജീവിച്ചിരിക്കാനുള്ള സൗകര്യം അവർക്കുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത്. അത് നമുക്ക് ആരും ഇവിടെ ഇങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ നമുക്ക് റൈറ്റില്ല. മനസ്സിലായോ? കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരുടെയും തലയിൽ മെക്കിട്ട് കയറാൻ ചെല്ലത്തില്ല. വെച്ചാൽ നമുക്ക് ദേഷ്യപ്പെടേണ്ടി വരത്തില്ല. ഒരാൾ നമ്മളോട് ശരിയല്ലെന്ന് പറയുമ്പോൾ നമുക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ശരിയല്ലെന്ന് അയാൾ പറഞ്ഞത് ശരിയായില്ലേ? മനസ്സിലായേ? ഒരാൾ വെച്ചും നിങ്ങളെ കാണിച്ചത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അയാൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് ശരിയായി. മനസ്സിലായേ? നമ്മൾ പറഞ്ഞത് ശരിയായി. അപ്പോഴും അയാൾക്ക് മനസ്സിലാകുന്നില്ല, അയാൾക്ക് മനസ്സിലാകത്തില്ല. കാരണം അയാൾ ശരിയല്ലല്ല. മനസ്സിലായി? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരിയിൽ ഉറച്ചിരിക്കുക. മനസ്സിലായി? നമ്മുടെ ശരിയിൽ ഇരിക്കുക. കാരണം നമ്മുടെ ശരി സമാധാനമാണ്. നമ്മുടെ ശരി അസ്വസ്ഥതയല്ല. അനുഭവം ഒരിക്കലും അസ്വസ്ഥത തരത്തില്ല. മനസ്സിലായി? ജീവിതത്തിൻ്റെ അനുഭവം അസ്വസ്ഥത തരത്തില്ല. അപ്പോൾ നമ്മൾ മറ്റാൾ ശരിയല്ല എന്ന് പറയുന്നു. പക്ഷെ ജനി നീ ശരിയല്ലെന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ ശരികേടാണെങ്കിൽ ഞാൻ സഹിച്ചോളാം എന്ന് പറയുന്നുണ്ടെങ്കിൽ സംഭവം ഉറപ്പിച്ചോളുക. മനസ്സിലായ? സംഭവം ഉറപ്പിച്ചോളുക. എന്താണ്? നമ്മൾ ജീവിക്കുന്ന ഭാഗം, നന്നായിട്ട് ജീവിക്കുന്ന അവസ്ഥ താല്പര്യമില്ല. കൈകൂപ്പി ഓക്കെ നമസ്തേ, നീയായി, നിൻ്റെ പാടായി. ഒഴിവാക്കണം. മനസ്സിലായ? ഒഴിവാക്കണം. മനസ്സിലായ? അപ്പോൾ കാര്യമില്ല പിന്നെ. മനസ്സിലായ? കാര്യമില്ല. കാരണം ഒരുമിച്ചിരുന്ന് പരിശോധിക്കാൻ തയ്യാറല്ലാത്തവരെ നമ്മൾ ബലം പിടിച്ച് കൂട്ടത്തിരുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മനസ്സിലായി? അത് തന്നെത്താൻ അത് ആ ശരികേട് തിരുത്താൻ തയ്യാറല്ലെങ്കിൽ അകന്നു പോയിക്കോളും. ഒരു സംശയം വേണ്ട. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും നമ്മളുടെ ഉള്ളിലും നമ്മൾക്ക് ഒരു വേദന വന്ന് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലേ, നമ്മൾ ശാശ്വതമായിട്ട് ജീവിക്കത്തില്ല. അത് മറ്റുള്ളവരാരും പറഞ്ഞില്ല ഞാൻ സഹിച്ചേക്കാം. ഇല്ല, കുറച്ച് നാളെ സഹിക്കേണ്ടി വരത്തുള്ളൂ. നമ്മുടെ ഉള്ളിലൊരു വേദന, ഒരു അഭിപ്രായ ഭിന്നത ഉള്ളിലുണ്ട്. അതവിടെ വെച്ചിട്ട് അതാ ജെന്നി അങ്ങനെ കാണിച്ചല്ലോ, പോട്ടെ സാരമില്ല, ഞാനത് അടിച്ചമർത്തി വെച്ച് മുത്തേ ചക്കര തേനെ വാലെന്ന് പറഞ്ഞ് ചെന്നാൽ വെറും വൃത്തി കെട്ടവനാണ്. മനസ്സിലായ? കാരണം അവളുടെ അടുത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ അവളുടെ ശരീരം അനുഭവിക്കാൻ ചെല്ലുകയാണ്.
നാറിയ കേസാണ്. മനസ്സിലായോ? ഉള്ളിൽ വിഷമമുണ്ടായി പിന്നെയും ചെല്ലിയാണ് അവളുടെ പുറകെ. നാണം കെട്ട ഏർപ്പാടാ. മനസ്സിലായോ? വെറും വൃത്തികെട്ട ഏർപ്പാടാ. ഒരു കാരണവശാലും അങ്ങനെ ഒരു ഭാഗത്തോട്ട് പോകരുത്. നമ്മുടെ ഉള്ളിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷമത്തെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി സത്യസന്ധമായിട്ട് അനുഭവിക്കുന്ന ഭാഗമില്ലെങ്കിൽ ഈ പറയുന്ന ശരീരത്തിൻ്റെ അടിമയാകാൻ പോകുന്ന ഒരു രോഗം വന്ന് നശിച്ചു പോകത്തേ ഉള്ളൂ. യാതൊരു സംശയവും വേണ്ട. ലൈംഗികമായിട്ട് ബന്ധപ്പെടാനാണ് ഗുണം. അതെല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പം എൻ്റെ ഭാര്യയാണ്, അത് സാരമില്ല, അവളുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാം. പക്ഷേ വേസ്റ്റാണ്, വെറും നിർഗുണനാണ്. മനസ്സിലായോ? വെറും വേസ്റ്റാണ്. മനസ്സിലായോ? കല്യാണം കഴിച്ചാണ്, ഭാര്യയാണ്, എനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ ബന്ധപ്പെടാം, അവൾ അതിന് വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരു കാഴ്ചയും കൊള്ളത്തില്ല. മനസ്സിലായി? ജീവിതം മുന്നോട്ട് പോകത്തില്ല. മനസ്സിലായി? സത്യസന്ധതയില്ല. അത് ആരുമായിട്ടാണെങ്കിലും. മനസ്സിലായോ? തുടരരുത്. മനസ്സിലായോ? അവിടെ വെച്ച് കട്ട് ഓഫ് ചെയ്തേക്കണം. മനസ്സിലായോ? നമ്മുടെ ഉള്ളിലുള്ള അസ്വസ്ഥത നമ്മൾ നിർവീര്യം ചെയ്ത് ആ സ്നേഹത്തിലുള്ള ബന്ധം അതായിരിക്കണം ജീവിതം. ആ ഹൃദയത്തിൽ ഒരു കാരണവശാലും അസ്വസ്ഥതയുടെ യാതൊരു കാമ്പ് പോലും വരാത്തത് അതായിരിക്കണം ജീവിതബന്ധം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വ്യക്തിയുമായിട്ടുള്ള സഹകരണത്തിന് അടിസ്ഥാനമുള്ളൂ. നമ്മുടെ ഉള്ളിൽ വേദനിച്ച് അയാൾ എനിക്ക് 10 രൂപ തരും, അതുകൊണ്ട് അയാളുടെ അടുത്തോട്ട് അങ്ങ് പോയേക്കാം. ഇല്ല, വെറും വൃത്തികെട്ട ലക്ഷണമാണ്. മനസ്സിലായോ? വെറും വൃത്തികെട്ട ശവമാണത്. അത് നല്ല ബന്ധമല്ല. ഒരിക്കലും അത് തുടർന്നു പോകത്തില്ല. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സ്ത്രീകളെ ലൈംഗികമായിട്ട് ഭോഗിക്കാൻ നടക്കുന്ന ഭാഗത്താണ്. മനസ്സിലായോ? അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇതിങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? നമ്മൾ വൃത്തിയായിട്ട് നമ്മളെ നല്ല രീതിയിൽ അനുഭവിക്കുന്ന അവസ്ഥയിൽ തുടരുന്നിടത്തായിരിക്കണം. നമ്മളെ നന്നായിട്ട് അനുഭവിക്കുന്നിടത്ത് അവിടെയാണ് സത്യസന്ധത. അതിൽ കള്ളത്തരം കാണിച്ചിട്ട് എന്ത് കിട്ടാനും ഒരു കാരണവശാലും തെളിച്ചുകൊണ്ടാകത്തില്ല. ഒരു കാരണവശാലും തെളിച്ചുകൊണ്ടാകത്തില്ല. പലരും വരും, പല സ്ത്രീകളും വരും ശാരീരികമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ. മനസ്സിലായോ? അങ്ങനെ പല വഴിക്കും പല സ്ത്രീകളും വരും. അതുകൊണ്ട് അവർ വരുന്നുണ്ട്. ഓക്കെ, ജെനി എൻ്റെ കൂട്ടത്തിൽ ഇരിക്കാൻ ജെനി തയ്യാറാണ്. അതുകൊണ്ട് അവളായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ഉള്ള സൗകര്യം കിടപ്പുണ്ട്. അതുകൊണ്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ജീവിതം പോകുന്നത്. അല്ല, ഒരിക്കലുമല്ല. സത്യസന്ധതയായിരിക്കണം ബന്ധത്തിൻ്റെ അടിസ്ഥാനം. ലൈംഗികത ഒരിക്കലും ആകരുത്. സത്യസന്ധത അനുഭവത്തിൽ മാത്രമേ ഉള്ളൂ. ലൈംഗികത ഒരിക്കലും അനുഭവത്തിൽ നിലനിർത്താൻ പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. ജീവിതാനുഭവം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർ മാത്രമേ നല്ല കൂട്ടായ്മയിൽ ഉണ്ടാകത്തുള്ളൂ. അല്ലാത്തവർക്ക് വരാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് അനുഭവിച്ചറിയുന്നിടത്താണ്. അത് ശാശ്വതമാണ്. മനസ്സിലായി? അത് മറ്റുള്ളവരെ പൊട്ടന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, മനസ്സിലായി? പൊട്ടന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇച്ചിരി കള്ളനായിട്ടിരിക്കും. മനസ്സിലായോ? നാണം കെട്ട ഏർപ്പാടാണ്. അവർ നിലനിൽക്കാൻ പോകുന്നില്ല. അവർ നിലനിൽക്കത്തില്ല. അവരുടെ മക്കളും നിലനിൽക്കത്തില്ല. മനസ്സിലായോ? കാരണം ഇവർ മാതാപിതാക്കൾ തന്നെ അഴിമതിയുള്ളവരാണെങ്കിൽ മക്കളെങ്ങനെ രക്ഷപ്പെടണത്? മക്കൾ നശിച്ചു പോകും. ഇവർക്ക് തന്നെ അറിയാം ഇവരുടെ ബലഹീനത. ഇത് മറച്ചു വെച്ചാണ് ഇവർ നടക്കുന്നത്. ഇവർ മക്കളുടെ മുമ്പിൽ മാന്യന്മാരായിട്ട് ഇവർ അഭിനയിക്കുകയും അതും വീട്ടിൽ നടക്കും. മനസ്സിലായോ? മക്കളെ പറ്റിക്കാൻ പറ്റും. കാരണം പറ്റിച്ചല്ലേ വളർത്തിക്കൊണ്ടുവന്നത്. മക്കളെ പറ്റിച്ചാണ് വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് മക്കളെ പറ്റിക്കാൻ പറ്റും. മനസ്സിലായി? മക്കളെ പറ്റിച്ചാണ് വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് മക്കളെ പറ്റിക്കാൻ പറ്റും. നല്ല ഉറപ്പാണ്. മനസ്സിലായി? നമ്മൾ സുഹൃത്തിനെ കൊണ്ടുവന്നത് കള്ളത്തരത്തിലാണെങ്കിൽ അവിടെ ആ കള്ളത്തരം വീണ്ടും തുടരാം. സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ആ സൗഹാർദ്ദം അടിസ്ഥാനപരമായിട്ടുള്ള ഭാഗത്തോട്ട് എത്തിക്കും. ഒരു വ്യക്തിയുമായിട്ട് അടുക്കുന്നത് നന്മയിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നമ്മളുടെ നന്മയുമായിട്ടുള്ള ബന്ധത്തിൽ തുടരും. താല്പര്യം ആരംഭിച്ചത് നന്മയിലാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, എല്ലാ വൃത്തികേടും ഒഴിവായിട്ടിരിക്കും. മനസ്സിലായോ? സത്യസന്ധതയിൽ ആരംഭിക്കണം. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടത്തിൽ കുറേ നാളൊക്കെ ഉണ്ടാകും. പക്ഷേ സത്യസന്ധതയിലല്ല ആ വ്യക്തി നമ്മളുമായിട്ട് അടുത്തതെങ്കിൽ തീർച്ചയായിട്ടും വിട്ടുപോകും. എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും വിട്ടുപോയിരിക്കും. വിട്ടുപോകണം. സത്യസന്ധത ഇല്ലാത്തവരുടെ
കൂട്ടായ്മ നമുക്ക് ആവശ്യമില്ല. അവർ പോകുകയാണ് വേണ്ടത്. അതിൽ നമ്മൾ ഒട്ടും ഭയപ്പെടണ്ട. അവർ പോകണം. അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ. നമ്മൾ സത്യത്തിലോട്ട് തിരിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യക്ക് താല്പര്യമില്ല. എനിക്ക് നിങ്ങൾ പഴയ നിങ്ങളെ മതി. ഇല്ല, വേണ്ട. മനസ്സിലായോ? കൊടുക്കണ്ട. അങ്ങനെ ഒരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണ്ട. അങ്ങനെ ഒരു ഭാര്യയുടെ തീരുമാനത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ പോകണ്ട. അങ്ങനെ ഒരു ഭർത്താവിൻ്റെ സത്യസന്ധത രഹിതമായിട്ടുള്ള ഒരു ഭർത്താവിൻ്റെ തീരുമാനത്തിന് വഴിപ്പെട്ട് കൊടുക്കരുത്. നമ്മുടെ സത്യസന്ധതയിൽ അനുഭവത്തിൽ തെളിഞ്ഞ് നിൽക്കാൻ സാധിക്കണം. അനുഭവത്തിൽ തെളിഞ്ഞ് നിൽക്കണം. മനസ്സിലായോ? അല്ലാണ്ട് എന്തെങ്കിലും നേരം പോക്കിന് തോന്നിവാസം കാണിക്കലല്ല. മനസ്സിലായി? ഈ ജീവിതം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള സാധ്യത നമ്മളിൽ അനുഭവിച്ച് തെളിച്ചത്തിലേ ഉള്ളുണ്ട്. ഒരു വിശ്വാസ പ്രമാണം ജീവിതത്തിൻ്റെ ഭാഗം മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. ഒരു വിശ്വാസിയും ശാശ്വതമായിട്ട് നേരെ ചൊവ്വയുള്ള കാര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ പോകുന്നില്ല. ഒരു വിശ്വാസിക്കും അർഹതപ്പെട്ടതല്ല ജീവിതം. ഒരു വിശ്വാസിയും ജീവിതത്തിൻ്റെ ഭാഗത്തുണ്ടാകത്തില്ല, ഉണ്ടാകാൻ പറ്റത്തില്ല. കാരണം വിശ്വാസമല്ല ജീവിതത്തെ തെളിച്ചു തരുന്നത്, അനുഭവമാണ് ജീവിതത്തെ തെളിച്ചു തരുന്നത്. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ അനുഭവിക്കണം. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ അനുഭവിക്കണം. മനസ്സിലായോ? ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കൈയൊന്നിങ്ങനെ വളച്ച് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ, കൈ കുറച്ച് നേരം വളച്ച് വെച്ച് കഴിഞ്ഞാൽ കൈക്ക് വേദന ഉണ്ടാവും അല്ലേ? കൈ മുറുക്കി പിടിച്ചാൽ മർക്കട മുഷ്ടി അല്ലേ, മുറുക്കി പിടിച്ചാൽ വേദന ഉണ്ടാവും. ഇത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാനുള്ളതാണ്. ഇത് ചലിപ്പിക്കാനുള്ളതാണ്. ഇത് ചലിപ്പിക്കുന്നതിന് കാരണങ്ങളുണ്ട്. അത് ഇതെല്ലാ ഭാഗവും ചലിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ബലം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ, അതിപ്പോൾ പലവരും വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ, കുറേ ദൂരം വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാകും. എന്താണ്? വണ്ടിയിൽ ഇങ്ങനെ ബലം പിടിച്ചിരുന്നാണ് ഓടിക്കുന്നത്. വണ്ടി റിലാക്സ് ചെയ്തിരുന്ന് ഓടിക്കുക. മനസ്സിലായി? സംസാരിക്കുമ്പോൾ ബലം പിടിച്ച്, എന്താണ്? ഞാനൊരു ആശയം ഡെലിവറി ചെയ്യാനിരിക്കുകയാണ്. മനസ്സിലായോ? നമ്മളെ വെറൊരു വേസ്റ്റ് വണ്ടിയാക്കി ഒരാശയവും ഡെലിവറി ചെയ്യാനിരിക്കുകയല്ല. എന്നുവെച്ചാൽ ഇതൊരു മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനിരിക്കുകയല്ല, മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇരിക്കുകയല്ല, അനുഭവത്തിൽ തുടരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ല മറ്റൊരു കാര്യം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇരിക്കുകയല്ല. എന്നുവെച്ചാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇരിക്കുകയല്ല. ജീവൻ്റെ ഭാഗം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് അനുഭവിക്കുന്നു. സംസാരവും അധിക സൂക്ഷ്മമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം അനുഭവിക്കുന്നിടത്താണ് സംസാരം. അവിടെ ജീവിക്കുന്ന ഭാഗം നമ്മളാണ് ജീവിക്കുന്നത്. അത്യാധുനിക മനുഷ്യനെന്ന് പറയുന്നത് ശാസ്ത്രം കണ്ടുപിടിച്ചത് കൊണ്ട് മനുഷ്യന് അത്യാധുനികമാകത്തില്ല. അത്യാധുനികമെന്ന് പറയുന്ന ഈ നിമിഷത്തിൽ നമ്മൾക്ക് നമ്മളെ അനുഭവിക്കാൻ പറ്റുന്നിടത്താണ് അത്യാധുനിക മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് സയൻസ് ഡെവലപ്പ് ചെയ്ത് അതുകൊണ്ട് അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യത്തില്ല, ഒരിക്കലും ഇല്ല. നമ്മളിലുള്ള അനുഭവങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ദേഷ്യമില്ല, വാശിയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. അത് എവിടെ നിന്നൊക്കെ വരുന്നു, അത് വരും. മനസ്സിലായോ? അത് വരും, വരാതിരിക്കത്തില്ല. അവിടെ നമ്മൾ ശ്രദ്ധയോടുകൂടി അതിനെ നിർവീര്യം ചെയ്ത് കളയുന്നവൻ അവനാണ് ജീവിക്കുന്നത്. അവൻ ജീവിക്കും.